ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ജെൻഡർ റിവീൽ പാർട്ടീസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഫോറിൻ കൺട്രീസിലും വെസ്റ്റേൺ കൺട്രീസിലും ഒക്കെ വളരെ ധാരാളമായിട്ട് നടന്നു വരുന്ന ഒരു സംഭവമാണ്. ജനിക്കുന്നതിന് മുമ്പ് വയറ്റിലുള്ളപ്പോൾ തന്നെ കുഞ്ഞിന്റെ സെക്സ് ഡിറ്റർമിനേഷൻ നടത്തി ഫാമിലി മെമ്പേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ വിളിച്ചു വരുത്തി ഒരു പാർട്ടി പോലെ നടത്തിയിട്ട് ആ കുഞ്ഞിന്റെ ജെൻഡർ റിവീൽ ചെയ്യുന്നതാണ് ഈ ജെൻഡർ റിവീൽ പാർട്ടി എന്ന് പറയുന്നത്. അത്തരത്തിലൊരു പാർട്ടി ഇന്ത്യയിൽ നടത്തി ഒരാൾ കുടുക്കിലായിട്ടുണ്ട്. വേറെ ആരുമല്ല, തമിഴ് യൂട്യൂബർ ആയിട്ടുള്ള ഇർഫാൻ ഖാനാണ്. അപ്പൊ അയാൾ ഇങ്ങനെ ഒരു പാർട്ടി നടത്തിയതിനു ശേഷം അത് വളരെയധികം വൈറലാകുകയും അത് അയാൾക്കെതിരെ തമിഴ്നാട് ഗവൺമെന്റ് കേസ് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഇഷ്യൂ പുറത്തു വരുമ്പോൾ പല ആൾക്കാരും ചിന്തിക്കുന്നത്, പല ആൾക്കാരും അയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയുന്നത്, ഒരു ജെൻഡർ റിവീൽ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്കെതിരെ കേസ് എടുത്തേക്കുന്നു, ഇവിടെ ആൾക്കാരെ കൊല്ലുന്നവരെ ഒന്നും പിടിച്ച് ജയിലിലിടുന്നില്ല, നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങളൊക്കെ വെറും പൊട്ടത്തരമാണ്, ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ. സത്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഇത് ഇല്ലീഗലാണ്. അങ്ങനെ ഒരു നിയമവും ഉണ്ട്. PCPNDT ആക്ട് എന്നാണ് ആ നിയമത്തിന്റെ പേര്. 1994 ആ ഒരു നിയമം നിലവിൽ വന്നത്. അപ്പൊ ഈ ഒരു ആക്ട് പ്രകാരം നമ്മൾ പ്രൊഹിബിറ്റഡ് ആണ്. അതായത് ഇന്ത്യയിൽ കുഞ്ഞുങ്ങളുടെ ജനിക്കുന്നതിന് മുമ്പ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുകയും അത് റിവീൽ ചെയ്യുകയും ചെയ്യുന്നത് പ്രൊഹിബിറ്റഡ് ആണ്. അല്ലാതെ പല വേറെ കാര്യങ്ങൾക്ക് മെഡിക്കലി ഉള്ള റീസൺസ് മൂലമേ ഈ ഒരു ടെസ്റ്റ് ഒക്കെ നടത്താൻ പറ്റത്തുള്ളൂ. ഇപ്പൊ കുഞ്ഞിന്റെ ക്രോമസോമൽ സ്ട്രക്ചർ, ആ കുഞ്ഞിന് എന്തെങ്കിലും മെന്റലി റീട്രാഡേഷൻ ഉണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെസ്റ്റ് നടത്താം. പക്ഷേ ജെൻഡർ ഒരു കാരണവശാലും റിവീൽ ചെയ്യാൻ പാടില്ല, പേരൻസിന്റെ അടുത്ത് റിവീൽ ചെയ്യാൻ പാടില്ല. അപ്പം ഈ നിയമങ്ങൾ കൊണ്ടുവരാനുണ്ടായ സാഹചര്യം എന്താണ്? സത്യത്തിൽ നമുക്കറിയാം, പണ്ട് കാലത്ത് 1994 മുമ്പ്, ഈ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് വളരെ വ്യാപകമായിട്ട് ഫീമെയിൽ ഫീറ്റിസൈഡ്സ് നടന്നിരുന്നു. ആ സമയത്ത് ആൺകുട്ടികളായിരുന്നു എല്ലാവർക്കും ഫേവറബിൾ. അപ്പൊ ആൺകുഞ്ഞുങ്ങളെ കിട്ടുക എന്നുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഈവൻ പണക്കാരായിട്ടുള്ളവരും പാവപ്പെട്ട ആൾക്കാരും ഈ ഒരു ടെസ്റ്റ് നടത്തി കുഞ്ഞിന്റെ സെക്സ് മുൻകൂട്ടിൽ അറിഞ്ഞിട്ട് ഫീമെയിൽ ഫീറ്റിസൈഡ്സ് നടന്നിരുന്നു. വളരെ വ്യാപകമായിട്ട് ഫീമെയിൽ ഫീറ്റസുകളെ അബോർട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കേരളത്തിൽ അത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നോർത്തേൺ സ്റ്റേറ്റ്സിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും ഇത് വ്യാപകമായിരുന്നു. അങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ തുടർന്നു വന്ന് ആ ഒരു സിറ്റുവേഷൻ വളരെയധികം ക്രൂഷ്യലായ ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഇപ്പൊ ഫീമെയിൽ ടു മെയിൽ റേഷ്യോ ഉണ്ടല്ലോ, സെക്സ് റേഷ്യോ. ഈ സെക്സ് റേഷ്യോയിൽ ഫീമെയിൽസിന്റെ എണ്ണം വളരെ ഇടിയാൻ തുടങ്ങി, ഡിക്ലൈൻ ആവാൻ തുടങ്ങി. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇത്തരത്തിലൊരു ലോ മുന്നോട്ട് വെച്ചത്. അപ്പൊ ഈ ലോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സാഹചര്യത്തിനനുസരിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓരോ രാജ്യത്തും ആ രാജ്യത്തുള്ള ആൾക്കാരുടെ സ്വഭാവം, അവരുടെ പ്രവൃത്തികൾ, ഇതിനനുസരിച്ച് പല നിയമങ്ങളും ഉണ്ടാകും. ആ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ആ രാജ്യത്തെ ഒരു പൗരൻ എന്ന രീതിയിൽ ബാധ്യസ്ഥനാണ്. ഇനി ഇവിടെ ഇർഫാൻ ഖാൻ, ഇദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ആണ്. ഒരു ഇൻഫ്ലുവൻസറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. കാരണം അയാൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്, ഒരു വലിയ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. അപ്പൊ ഇയാള് ദുബായിൽ വെച്ചെങ്ങാണ്ടാണ് സെക്സ് ഡിറ്റർമിനേഷൻ നടത്തിയത്. അതിനുശേഷം ചെന്നൈയിലാണ് ഈ ഒരു സംഭവം. ഇത് ഇന്ത്യയിൽ വെച്ചാണ് റിവീൽ ചെയ്തത്. എനിക്ക് തോന്നുന്നു നമുക്ക് വെളിരാജ്യത്തൊക്കെ പോയിട്ട് സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യാം, പക്ഷെ ഒരു കാരണവശാലും ഇത് റിവീൽ ചെയ്യാൻ പാടില്ലെന്നൊക്കെ ഉണ്ട്. വേറൊരു രാജ്യത്താണ് ഡിറ്റർമിനേഷൻ ടെസ്റ്റ് നടത്തിയത് എന്നുള്ളത് കൊണ്ട് അയാൾക്കെതിരെ കേസില്ല. പക്ഷെ ഇന്ത്യയിൽ വന്നിട്ട് അയാൾ അത് റിവീൽ ചെയ്തു. അപ്പൊ ഈ ഒരു ഇത് ചെയ്തിട്ട് അയാൾ വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോ വളരെയധികം വൈറലാകുന്നു, ഒരു ട്രെൻഡ് ആയിട്ട് തന്നെ മാറുന്നു. നമുക്കറിയാം, ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരായിക്കോട്ടെ, ട്രെൻഡ് ഏതാണോ അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നവരാണ്. അപ്പൊ ഇത് വളരെ ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ട് ഇത് എല്ലാവരുടെ ഇടയിൽ ഒരു സ്വീകാര്യത ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇതേ പാത്ത് പല ആൾക്കാരും ഫോളോ ചെയ്യും. അങ്ങനെ ഫോളോ ചെയ്ത് ഇതൊരു നോർമലൈസ്ഡ് ആയിട്ട് മാറും. ഇത് വളരെ നോർമൽ ആകും. അങ്ങനെ ഈ നിയമങ്ങളൊക്കെ പതുക്കെ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ തയ്യാറാകും. ചിലപ്പോൾ ഈ നിയമങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ട് പല ആശുപത്രികളിലും പല സ്ഥലങ്ങളിലും ഒക്കെ ഈ ഒരു ട്രെൻഡ് ആണല്ലോ, ഭയങ്കര ഇതാണല്ലോ, അതിന്റെ ഫലമായിട്ട് ഈ ഒരു നിയമത്തെയൊക്കെ കുറച്ച് അത്ര സീരിയസ് ആയിട്ട് കാണാതെ ഇങ്ങനെയുള്ള സെക്സ് ഡിറ്റർമിനേഷൻ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ആൾക്കാർക്ക് കൊടുക്കും. അങ്ങനെ എന്തിന്റെ പേരിലാണോ ഈ ഒരു നിയമം കൊണ്ടുവന്നത് അതിന് യാതൊരുവിധ അർത്ഥവും ഇല്ലാതെയാകും. പിന്നെയും ഈ ഒരു പ്രൊസീജിയർ, ഈ ഒരു കാര്യം തുടരുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇപ്പൊ കുറച്ച് മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി അല്ലേ, ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ട്. ആൾക്കാരുടെ കണ്ണ് വെട്ടിച്ച്, നിയമത്തിന്റെ കണ്ണ് വെട്ടിച്ച് ഇപ്പോഴും നടക്കുന്നുണ്ട് പല റൂറൽ ഏരിയാസിലും. അങ്ങനെ നടക്കുന്നുണ്ട് എങ്കിൽ ഇതൊരു ട്രെൻഡായിട്ട് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കും. ഇപ്പോഴും ജനിച്ചതിന് ശേഷം പോലും പെൺകുഞ്ഞുങ്ങളെ കൊല്ലുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം ഈ ഇന്ത്യയുടെ സാഹചര്യം അനുസരിച്ച് ഈ നിയമം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കാണുന്ന വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുക. ഇവരുടെയൊക്കെ, നമ്മുടെ ഒരു ഇൻഫ്ലുവൻസറിനെ സംബന്ധിച്ചിടത്തോളം ആ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഏറ്റവും വലിയൊരു ബലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന വ്യൂവേഴ്സിന്റെ സപ്പോർട്ടാണ്.
അപ്പൊ ഇത്തരം ഒരു കാര്യം ചെയ്തിട്ടു, വ്യൂവേഴ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്കും ഇത് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ആരും എന്ത് ചെയ്യാതിരിക്കുക, മോട്ടിവേറ്റ് ചെയ്യാതിരിക്കുക, ഇതിൽ നിന്ന് ഇൻസ്പയർ ആകാതെ ഇരിക്കുക. അപ്പൊ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം ഇൻഫ്ലുവൻസ് ചെയ്യാൻ, ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ച് നമ്മുടെ നിയമത്തെ തന്നെ ഇല്ലാതെയാക്കാതെ ഇരിക്കുക. ശരിയായിരിക്കാം, നമ്മുടെ രാജ്യത്ത് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട് നിയമത്തിന്. പല ക്രിമിനൽസിനും പല കുറ്റവാളികൾക്കും രക്ഷപ്പെടാനുള്ള ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉള്ള നിയമങ്ങളൊക്കെയാണ് നമ്മുടേത്. അതൊക്കെ ശരിയായിരിക്കാം, അതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യവും നമ്മുടെ രാജ്യത്തിന്റെ സിറ്റുവേഷന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതിനാൽ തന്നെ ഇതൊക്കെ ഫോളോ ചെയ്യാനുള്ള ഉത്തരവാദിത്വവും രാജ്യത്തെ പൗരൻ എന്ന രീതിയിൽ നമ്മൾക്ക് അവകാശമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യാതെ ഇരിക്കുക.